സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച കേരള PSC സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/25 A ആണ്. ഉത്തരങ്ങൾ നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? തെറ്റായത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയാണ് ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയില്, ഷാമാല് ബരാട്ടിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമേതാണ്? 1865 കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പ്, നിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയല്ലാത്ത പ്രസ്താവനകൾ. 2, 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ഇതിൽ ഉത്തരം തന്നിരിക്കുന്നത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധം ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്. പാവപ്പെട്ടവന്റെ ബാങ്ക്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡാണ്. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽപ്പെടുന്നു? തൃതീയ മേഖലയിൽപ്പെടുന്നു. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? RBI. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട വാചകങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44 എന്ത്? അടുത്തത് ചേരുംപടിയാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കാൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4, 5, 6. 6ഉം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവയാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 മാത്രം. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കുവാനുള്ള അധികാരം.
അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104ാമത്തെ ഭേദഗതിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ധനകാര്യ കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ. 1, 2, 4 എന്നിവ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 28. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇവ എല്ലാം. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSMൽ എത്ര അംഗങ്ങൾ ഉണ്ട്? 15 അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത്? 60 വയസ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ്. റാൻഡിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 34. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. എലിസബത്ത് കോൾബർട്ടാണ്. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജീവനിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 15.0 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 0.075 മീറ്റർ. 0.075 മീറ്റർ. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. മാലൂസ് നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി ആണ്. ഡി ബ്രോഗ്ലി. CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര? കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ ഓപ്ഷൻ ബി ആണ് +3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ലൂയിസ് ബേസ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ് CO2. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2. 1, 2 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അയ്യത്താൻ ഗോപാലൻ. 49ാമത്തെ ചോദ്യം, ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ
തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് 51-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 52 ഉത്തരം ഓപ്ഷൻ എ ആണ്. 53-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 54-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 55-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 56-ാമത്തെ ചോദ്യം 56 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 57-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 58 ഉത്തരം ഓപ്ഷൻ എ. 59-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 35. 60-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 19. The quality of the oranges was not satisfactory. Option A was. He dashed 10 years of service by next March. He will have been completing 10 years of service by next March. None of us played the game well, did we? If you had reached the venue at the right time, you dash the chief guest could have met. Teacher could not dash beating the student for his misbehavior. Keep from. The correctly spelled word is option C, MENTO. The court observed the agreement null and void. The null and void means invalid. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Iconoclast. Change into reported speech. He said, "Will you listen to such an advice?" He asked whether they would listen to such an advice. Option D. 70-ാമത്തെ ചോദ്യം എക്സ്പാൻഡ് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. മലയാളം ചോദ്യങ്ങൾ. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, ആ പ്ലസ് അൻ. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിൻ പ്ലസ് തലം, വിണ്ടലം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തീർഷ. ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തരണം ചെയ്യുവാനുള്ള ഇച്ഛ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉഗ്രം, അത്യുഗ്രം. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ നഗജം. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ നായകൻ, നായകി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി വൈദ്യർ. കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം അപൂർവമായ സംഭവം. 81-ാമത്തെ ചോദ്യം അബ്കാരി നിയമപ്രകാരം ഓപ്ഷൻ സി 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ENA-യുടെ പൂർണ്ണനാമം ഓപ്ഷൻ ബി ആണ് ഉത്തരം, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഗേജിംഗ് എന്നത് ഓപ്ഷൻ സി ആണ്, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള
മേലുദ്യോഗസ്ഥന് നൽകണം. ഓപ്ഷൻ ബി ആണ് 72 മണിക്കൂർ. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 എന്നിവ. 3, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത്, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം? ഓപ്ഷൻ എ ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിന് അറിയപ്പെടുന്നത് ബ്ലെൻഡിംഗ്. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ഓപ്ഷൻ എ 35 UP. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ്. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 4. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ? ഓപ്ഷൻ സി 14405. ഏത് സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 2016 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെയോ പിഴയോ രണ്ടും കൂടിയോ. അവസാനത്തെ ചോദ്യം, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പോയത്. ഫൈനൽ ആൻസർ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു പോവാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.